നമസ്കാരം. ഹിജാബ് നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനായി ഇറാനിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി UN റിപ്പോർട്ട്. ഇതുകൂടാതെ മുഖം തിരിച്ചറിയാനുള്ള ആപ്പ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യയാണ് നിയമം ലംഘിക്കുന്നവരെ പിടികൂടാനായി ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ മറ്റ് ക്രമീകരണങ്ങൾക്കോ അല്ല നഗരങ്ങളിലൂടെ ഡ്രോണുകൾ റോഡ് ചുറ്റുന്നതെന്നും കർശനമായ വസ്ത്രധാരണ നിയമങ്ങൾ പാലിക്കാത്ത സ്ത്രീകളെ കണ്ടെത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ട എതിർപ്പുകൾ അടിച്ചമർത്താൻ ഇറാൻ എങ്ങനെയാണ് കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചത് എന്ന് UN റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ റിപ്പോർട്ട് ചെയ്യാൻ പോലീസിനെയും സാധാരണക്കാരെയും പ്രാപ്തരാക്കുന്ന നസർ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ ശ്രമത്തിന്റെ ഒരു പ്രധാന ഘടകം. വാഹനത്തിന്റെ ലൈസൻസ് പ്ലേറ്റ് നമ്പർ, സ്ഥലം, നിയമലംഘന സമയം എന്നിവ സമർപ്പിക്കാൻ ആപ്പ് ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. അതിനുശേഷം അധികാരികളെ അറിയിക്കും. തുടർന്ന് ആപ്പ് വാഹനത്തെ ഒരു ഓൺലൈൻ സിസ്റ്റത്തിൽ ഫ്ലാഗ് ചെയ്യുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്യും. വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് ടെക്സ്റ്റ് സന്ദേശം അയക്കുകയും ലംഘനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും ഈ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആപ്പിന് പുറമെ ഹിജാബ് നിയമം പാലിക്കുന്നത് നിരീക്ഷിക്കുന്നതിനായി ഇറാൻ സർക്കാർ ടെഹ്റാനിലും തെക്കൻ പ്രദേശങ്ങളിലും ആകാശ ഡ്രോണുകൾ വിന്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വസ്ത്രധാരണ രീതി പാലിക്കാത്ത വിദ്യാർത്ഥിനികളെ കണ്ടെത്തുന്നതിനായി 2024 തുടക്കത്തിൽ അമീർ കബീർ സർവകലാശാലയുടെ പ്രവേശന കവാടത്തിൽ മുഖം തിരിച്ചറിയൽ സോഫ്റ്റ്വെയർ ഘടിപ്പിച്ച നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. ഇറാനിയൻ പോലീസ് വെബ്സൈറ്റ് വഴി ആപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2024 സെപ്റ്റംബറിൽ ആപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ചതായും UN റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആംബുലൻസുകൾ, ടാക്സികൾ, പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യം വെച്ചാണ് ആപ്പ് പതിവായി ഉപയോഗിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട്. ഇറാനിലെ ഹിജാബ് നിയമങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളുടെയും പരാതികളുടെയും പശ്ചാത്തലത്തിലാണ് UN റിപ്പോർട്ട് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. 2022 സദാചാര പോലീസിന്റെ കസ്റ്റഡിയിൽ 22-കാരിയായ മൗസ അമിനി മരിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധ പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്നുണ്ടായ അടിച്ചമർത്തലിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി UN കണക്കാക്കി. എന്തായാലും സ്ഥിതി വളരെ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിൽ, പ്രത്യേകിച്ച് വസ്ത്രധാരണ രീതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ.